Welcome back to the channel guys. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സ് അല്ല, കുറച്ച് ടിപ്സ് ആണ്. ഒരു 3-4 ടിപ്സ് ഉണ്ട്. നിങ്ങൾ തംബ്നെയിലും ടൈറ്റിൽ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാം. ആൻഡ് ഗൈസ്, പിന്നെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ട് ഇപ്പോൾ എക്സാക്ട്ലി 2 weeks ആയി, 2 ആഴ്ചയായി. അത് കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനിങ്ങനെ അടുപ്പിച്ചിട്ട് വീഡിയോ ഇട്ടപ്പോൾ നമ്മുടെ യൂട്യൂബ് അത് അംഗീകരിച്ചില്ല, വ്യൂസ് കിട്ടിയില്ല, റീച്ച് കിട്ടിയില്ല. സോ നമ്മൾ ഒരു ചെറിയൊരു ബ്രേക്ക് എടുത്താണ് ഇപ്പം തിരിച്ചു വന്നിട്ടാണ്. ഈ ആഴ്ചയിൽ 1-2 ഒക്കെ ആയിട്ട് നമ്മൾ ഇടും. അതിൻ്റെ ഇടയ്ക്ക് ലൈവ് ഇടുന്നുണ്ട്. നിങ്ങൾ അത് അറിയണ്ടോയെന്ന് അറിയുന്നില്ല. എന്തായാലും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകണം കുറച്ച് ഒരു വീഡിയോ നമ്മളിങ്ങനെ കളിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഓരോ ടിപ്സ് ഇങ്ങനെ പറഞ്ഞ ഒരു 4 ടിപ്സ് ഉണ്ട്. അപ്പം എന്തായാലും നമുക്ക് സമയം കളയാതെ നേരെ ആ വീഡിയോയിലേക്ക്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ പറയാം, ഇത് ആക്ച്വലി എൻ്റെ വീഡിയോ അല്ല ഗൈസ്. നിങ്ങൾ അതിൽ കാണാം, എഡിറ്റിംഗ് ഒക്കെ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ ആണ്. എൻ്റെ ഒരു സബ്സ്ക്രൈബർ, അതിലുപരി എൻ്റെ ഒരു ഫ്രണ്ട്, എൻ്റെ ഒരു യൂട്യൂബറാണ് പുള്ളി, സെനോർ എന്ന് പറഞ്ഞിട്ട്. നല്ല അടിപൊളി കണ്ടന്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നമ്മളെക്കാട്ടിയും എന്താ പറയുക, ഒരു സ്കിൽഡ് പ്ലെയർ എന്ന് വേണം പറയാൻ. നിങ്ങൾക്ക് ഈ മാച്ച് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ മാക്സിമം സപ്പോർട്ട് നിങ്ങൾക്ക് കൊടുക്കുക. അവൻ ഓൾറെഡി ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ അവനോട് പെർമിഷൻ ചോദിച്ചിട്ടാണ് ഈ വീഡിയോ ഇടുന്നത്. അവൻ മലയാളിയാണെങ്കിലും അവൻ മലയാളത്തിലല്ല, അവൻ ഇങ്ങനെ എല്ലാവരും ഒരു ജനറലായിട്ട് ഇംഗ്ലീഷിലാണ്, ഇങ്ങനെ AI ഉപയോഗിച്ചിട്ടാണ് അവൻ കണ്ടന്റ് ഇടല്. അപ്പം എന്തായാലും ആ ഒരു വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യാം. അവൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് ഗൈസ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പ് എന്ന് വെച്ചാൽ സിമ്പിളായിട്ട് നോർമൽ പാസിങ്ങും അതുപോലെ തന്നെ ത്രൂ പാസിങ്ങും. സിമ്പിളായിട്ടുള്ള പേരാണ്, അങ്ങനെ കടുകട്ടി പേരൊന്നുമല്ല. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമ്മൾ 2 സിറ്റുവേഷനാണ്, ഈ 2 ആണ് നമ്മുടെ പാസിംഗ് മെത്തേഡ്സ്. നമ്മുടെ മച്ചാൻ ക്ലിയർ ആയിട്ട് നമ്മളെ വീഡിയോയിൽ പറയുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ആ വീഡിയോൻ്റെ ലിങ്ക് എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും, അത് നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ മച്ചാൻ പറയണത്, നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്, അവരുടെ പ്ലെയർ നമ്മളെ ഇങ്ങനെ എന്താ പറയുക ഡിഫെൻഡ് ചെയ്ത് നിൽക്കുകയാണ് വെച്ചെങ്കിൽ ആ ഒരു ടൈമിൽ നമ്മൾ ത്രൂ പാസ് ചെയ്യണം. എക്സാമ്പിൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം. ആ ടൈമിൽ നമ്മൾ ത്രൂ പാസ് ചെയ്യണം. ആൻഡ് നമ്മൾ നോർമൽ പാസ് ചെയ്യണം എപ്പോഴാണെന്ന് വെച്ചാൽ, ഒരു പ്ലെയർ ബോളിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പാസ് ചെയ്ത് കൊടുക്കണം, നോർമൽ പാസ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒക്കെ എക്സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ആൻഡ് കറക്റ്റായിട്ട് നമ്മുടെ മച്ചാൻ അത് എന്താ പറയുക മാർക്ക് ചെയ്തിട്ടുണ്ട്, ലേബിൾ ചെയ്തിട്ടുണ്ട്. പ്ലെയർ വെയിറ്റിംഗ് അല്ലെങ്കിൽ പ്ലെയർ ഒപ്പോണന്റ് മാർക്കിംഗ് അങ്ങനെയൊക്കെ ആയിട്ട് ഇതിൽ കറക്റ്റായിട്ട് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ ശ്രദ്ധിച്ചു കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ അടുത്ത ടിപ്പാണ് മച്ചാൻ പറഞ്ഞ പോലെ തന്നെ 360 ഡിഗ്രി ടേൺ, 360 ഡിഗ്രി ടേൺ ചെയ്യുക. പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. നമ്മുടെ ആ ഒരു ജോയ്സ്റ്റിക്ക് ഇല്ല, ആ ജോയ്സ്റ്റിക്ക് കൺട്രോൾ ചെയ്യണത്, അത് നമ്മുടെ മച്ചാൻ വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കണ്ടാൽ മനസ്സിലാവും. അത്യുഗ്രൻ എന്ന് പറഞ്ഞാൽ എജ്ജാതി കൺട്രോളാണ് ഗൈസ്. എനിക്ക് പോലും ഇങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ മച്ചാൻ ഈ വീഡിയോയിൽ നിങ്ങൾ കറക്റ്റായി കണ്ടാലേ അറിയാം, ഒടുക്കത്തെ കൺട്രോളാണ് മച്ചാൻ. മറ്റേ എന്താ പറയുക, നമ്മുടെ ഒപ്പോണന്റിനെ ഇട്ട് വട്ടം കറക്കണതിന് എക്സ്പേർട്ടാണ്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇവിടെ കാണാം. ഞാൻ കഴിഞ്ഞ ടിപ്പിൽ പറഞ്ഞ മാതിരി തന്നെ എല്ലാം നമ്മുടെ മച്ചാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഒപ്പോണന്റ് മാർക്കിങ്ങും കാര്യങ്ങളും എല്ലാ സിറ്റുവേഷൻസ് കാര്യങ്ങളെല്ലാം മാർക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ മച്ചാൻ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ 3ാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മച്ചാൻ പറഞ്ഞ പോലെ തന്നെ വാച്ച് ദ ഒപ്പോണന്റ് മൂവ്മെന്റ് ആൻഡ് കൺട്രോൾ. നമ്മുടെ ഒപ്പോണന്റിനെ നോക്കിയിട്ട് അവരുടെ എന്താ പറയുക, അവരുടെ നീക്കങ്ങൾ അനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ പ്ലെയറിനെ അല്ലെങ്കിൽ നമ്മൾ തീരുമാനം എടുക്കുക.
സോ അതും ഇതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞ പോലെ തന്നെ കറക്റ്റായിട്ട് നമ്മുടെ മച്ചാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. എന്ത് സിറ്റുവേഷൻ എപ്പോഴും നിങ്ങൾക്ക് വരണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. റോഡറി ഇങ്ങനെ നമ്മുടെ ഈ മച്ചാൻ കളിക്കണ ഒപ്പോണന്റ് റോഡറിനെ ഇങ്ങനെ കൺട്രോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അങ്ങനെ കറക്റ്റായിട്ട് അതിൽ പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ത്രൂ പാസ് ഇടാൻ പറ്റില്ല. സോ ആള് മാറ്റിയപ്പോൾ നമ്മൾ അങ്ങനെ കറക്റ്റായിട്ട് ഈ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ആൻഡ് ഗൈസ് നമ്മുടെ ലാസ്റ്റ് നമ്മുടെ 4th ടിപ്പ് നമ്മുടെ മച്ചാൻ പറയുന്നത് പേഷ്യൻസ് എന്നാണ് ആ ടിപ്പ്. അത് ഏറ്റവും ബെസ്റ്റ് ടിപ്പാണ് ഗൈസ്. അത് ഓൾറെഡി നമ്മുടെ മച്ചാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട്. പേഷ്യൻസ് ഈസ് ദ കീ ടു സക്സസ് എന്നൊരു മഹാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അത് പറയണമായിട്ട് തന്നെ ക്ഷമ. സോ നിങ്ങൾ ക്ഷമിക്കുക ഗൈസ്, നിങ്ങൾ മാക്സിമം നിങ്ങൾ ക്ഷമിക്കുക. നിങ്ങളുടെ കയ്യിൽ ബോൾ കിട്ടിയാൽ ഒരു 2 സെക്കൻഡെങ്കിലും നിങ്ങളത് എവിടേക്കാണ് നീങ്ങേണ്ടതെന്നൊന്നും അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഒപ്പോണന്റിന്റെ മൂവ്മെന്റ് ആദ്യം ശ്രദ്ധിക്കുക. സോ അങ്ങനെയാണ് ചെയ്യാൻ. പിന്നെ അത് മാത്രമല്ല, നിങ്ങൾ മച്ചാൻ പറയുന്നുണ്ട്, ഞാനും നിങ്ങളോട് പറയാണ്, ജയമോ തോൽവിയോ അതല്ല ഇവിടെ വിഷയം. നിങ്ങൾ മാക്സിമം കളിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഗെയിം പ്ലേ കളിച്ച് നിങ്ങൾ എന്തായാലും ഇമ്പ്രൂവ് ആവും ഗൈസ്. ഒരു ദിവസം നിങ്ങൾ എന്തായാലും, ഇപ്പൊ ഞാൻ തന്നെ കുറെ കളിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ആദ്യം കളിച്ചതിനെക്കാട്ടിയും കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയിക്കാറില്ല, നിങ്ങൾ കാണണമല്ലോ എന്റെ ഗെയിം പ്ലേ. സോ അത് തന്നെയാണ് ഗൈസ് നമ്മുടെ 4ാമത്തെ ടിപ്പ്. അതാണ് നമ്മുടെ പേഷ്യൻസ്, നമ്മുടെ ക്ഷമയാണ് നമ്മുടെ 4ാമത്തെ ടിപ്പ്. നിങ്ങൾ ഏതിനും നിങ്ങളെ കറക്റ്റ് ചിന്തിച്ചിട്ട് എടുക്കുക. ഞാൻ തന്നെ ഒരുപാട് മിസ്റ്റേക്സ് ചെയ്യുന്നുണ്ട്, മിസ് പാസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പെട്ടെന്ന് പാസ് കൊടുക്കുക, അല്ലെ പെട്ടെന്ന് പാസ്, അങ്ങനെയല്ല ഗൈസ്. നിങ്ങൾ കുറച്ച് പേഷ്യൻസ് ആയിട്ട് ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നുണ്ടെങ്കിലും എൻ്റെ ഗെയിം പ്ലേയിൽ പ്രവർത്തിക്കാൻ എനിക്ക് സാധിക്കാറില്ല. പക്ഷെ ഞാൻ മാക്സിമം ശ്രമിക്കും ഗൈസ്, നിങ്ങൾ ശ്രമിക്കുക. എന്തായാലും അത്രേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കും. ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ആൻഡ് ഈ വീഡിയോന്റെ ക്രെഡിറ്റ് പോകണം നമ്മുടെ സെനോർ മച്ചാനാണ് ഈ കണ്ടന്റ് എനിക്ക് തന്നത്. മച്ചാന്റെ വീഡിയോ ആണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത്. അത് എനിക്ക് പെർമിഷൻ തന്ന കാരണം കൊണ്ടാണ് ഞാൻ ഇവിടെ ഉപയോഗിച്ചത്. ആൻഡ് ഈ വീഡിയോന്റെ ഒറിജിനൽ ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കുന്നുണ്ടാവും. ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് കേൾക്കാനോ കാര്യങ്ങളൊന്നും പറ്റിയിട്ടുണ്ടാവില്ല, കാരണം ഞാൻ സംസാരിച്ച കാരണം. അപ്പോൾ നമ്മുടെ മച്ചാന്റെ ഒറിജിനൽ വീഡിയോന്റെ ലിങ്ക് ഞാൻ അടിയിൽ കൊടുക്കാം. അതെന്തായാലും നിങ്ങൾ കാണാം, മച്ചാനെ സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ലൈവും വരുന്നുണ്ട് ഗൈസ്. പ്ലീസ് കം ആൻഡ് സപ്പോർട്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ഐ സീ യു ഗൈസ്. ബൈ ബൈ. പീസ് ഔട്ട്.